ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയ ആണ്. കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിക്കൊടുത്താ പിന്നെ പ്രണവിനെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ്. പക്ഷേ അതിലൊരു കുഴപ്പമുള്ളത്, ഈ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോർട്ടിൽ മൂവ് ചെയ്യണമെന്നുള്ളതാണ്. അതെനിക്കറിയാം മാഡം. എന്റെയും ഗൗതമിന്റെ ഒരു ഫ്രണ്ട് ഹൈക്കോർട്ട് അഡ്വക്കേറ്റാ, ഒരു അർജുൻ. ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസ് വെച്ച് ഹർജിയുടെ ഒരു റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി മെയിൽ ചെയ്യാനാ അർജുൻ പറഞ്ഞത്. ഹൈക്കോടതി അഡ്വക്കേറ്റ് അർജുൻ എന്ന് പറയുമ്പോ അഡ്വക്കേറ്റ് അർജുൻ മാധവന്റെ കാര്യമാണോ നിധി പറയുന്നത്? അതെ അതെ, ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണ് മാഡം. ആ, എങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഒരു റഫായിട്ടുള്ള ഡ്രാഫ്റ്റ് ഞാൻ തയ്യാറാക്കാം. എന്നിട്ട് നമുക്ക് നേരെ കോടതിയിലേക്ക് പോവാം. അവിടുന്ന് റിമാൻഡ് റിപ്പോർട്ടും മറ്റു ചില രേഖകളും കൂടി എടുക്കണം. ഒട്ടും വൈകിപ്പിക്കരുത് മാഡം. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. മാഡം, ഇത് ഫാമിലി കോർട്ടിൽ വെച്ചിരിക്കുന്ന കേസുകളാണ്. താനൊരു കാര്യം ചെയ്യേ, ആ സജിത വക്കീലിനെ വിളിക്ക്. എന്നിട്ട് ഇതിലൊന്ന് അപ്പിയർ ചെയ്യാൻ പറ. ശരി മാഡം. ഇന്നിനി ഫാമിലി കോർട്ടിലേക്കൊന്നും പോക്ക് നടക്കില്ല. നമുക്ക് ആ ഹർജിയുടെ കാര്യം നോക്കാം. ഓക്കെ മാഡം. ഹലോ, എന്താ വക്കീലെ? മാഡം പറഞ്ഞതുപോലെ തന്നെ ആ നിധി ലത വക്കീലിനെ കാണാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ സംസാരിച്ചെന്ന് ശ്രദ്ധിച്ചോ? ഒരു വലിയ നീക്കമാ മാഡം അവരെടുക്കാൻ പോകുന്നത്. ഹൈക്കോർട്ടില് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ മൂവ് ചെയ്യാനാ അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. സംഗതി അല്പ അപകടമാണ്. ഇങ്ങനെ ഒരു പെറ്റീഷനുമായി ഹൈക്കോർട്ടിലേക്ക് ചെന്ന കോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കും പോലീസിന് ഉത്തരവ് കൊടുക്കുന്നത്. അവർക്ക് പിന്നെ ഇരിക്കപ്പുറത്ത് കാണത്തില്ല മാഡം. പ്രണവ് എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഞാൻ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ നിധി അവിടെ ഉണ്ടായിരുന്നു. പവിത്രൻ എന്നൊരാളുടെ കാര്യം പറയുന്നത് കേട്ടോണ്ടാ ഞാൻ ഓഫീസിലേക്ക് കയറിയത്. പവിത്രനോ? ആ, നിധി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവാണല്ലോ. എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ മാഡം. ഈ ഹർജി കൊടുക്കുന്നതിൽ നിന്നും നിധിയെ തടയാനായിട്ട് എന്തെങ്കിലും മാഡത്തിന് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഈ പറഞ്ഞ പവിത്രനെ കൊടുക്കുന്നതിനെ കുറിച്ചും അവരാലോചിക്കുന്നുണ്ട്. ശരി വക്കീലെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വേറെ എന്ത് വിവരം കിട്ടിയാലും എന്നെ അറിയിക്കണം കേട്ടോ. ശരി മാഡം, വെക്കട്ടെ. ഓക്കെ. എന്തായാലും ആ പ്ലോട്ടിന്റെ ഡീറ്റെയിൽസ് വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ബാക്കി കാര്യങ്ങൾ. ആ ഫോണിന്ന് കട്ട് ചെയ്തേ. ആ ശരിയടാ, എന്തായാലും ബാക്കി കാര്യങ്ങൾ കൂടി അന്വേഷിക്ക്. ഞാൻ വിളിച്ചോളാം. എന്തു പറ്റി ജ്യോതി? ആ നിധി ഒരു പണിയൊപ്പിക്കാൻ പോവാ. പ്രണവിനെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി അവള് മൂവ് ചെയ്യാൻ പോവാന്ന്. ഹേബിയസ് കോർപ്പസോ? അത് നീ എങ്ങനെ അറിഞ്ഞു? നിധി ഇപ്പൊ വക്കീൽ ഓഫീസിൽ ഇരിപ്പുണ്ട്. അവളുടെ വക്കീലിന്റെ ജൂനിയർ എനിക്ക് ചോർത്ത് തന്ന വിവരമാ. അത് അപകടമാണല്ലോ ജ്യോതി. അങ്ങനൊരു ഹർജി ഹൈക്കോർട്ടിൽ ചെന്നാൽ വെറുമൊരു ഓർഡർ ആയിരിക്കില്ല കോർട്ടിൽ നിന്നുണ്ടാകാൻ പോകുന്നത്. ചിലപ്പോ കോടതി തന്നെ നേരിട്ട് അന്വേഷണം നടത്തിയെന്ന് വരാം. ഒരു SIT ആയിരിക്കും അന്വേഷണത്തിനായി എത്തുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പിന്നെ നമ്മുടെ സുരേഷ് SIയുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല ജ്യോതി. ഒറ്റ ദിവസം കൊണ്ട് അവര് പ്രണവനെ പൊക്കിയെടുക്കും. ഇനി എന്ത് ചെയ്യുന്ന? അത് മാത്രമല്ല CKC, ആ പവിത്രന്റെ കാര്യവും നിധി അറിഞ്ഞിട്ടുണ്ട്. പവിത്രന്റെ കാര്യം അറിഞ്ഞെന്നോ? അവളിതെങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചു? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഊഹ ശരിയാണെങ്കിൽ അവൾ അന്ന് കോടതിയിൽ രഹസ്യമായിട്ട് ജഡ്ജിക്ക് ഒരു ഫോട്ടോ കൊടുത്തില്ലായിരുന്നോ? അത് പവിത്രന്റേതാകാനാണ് സാധ്യത. കാര്യങ്ങൾ മൊത്തത്തിൽ കുഴഞ്ഞു മറിയാണല്ലോ. ഒരു SIT കൂടി അന്വേഷണത്തിന് വന്നാൽ അവര് പ്രണവനെ മാത്രമായിരിക്കില്ല, പവിത്രനെയും കണ്ടെത്തും. പവിത്രനിലേക്ക് എങ്ങാനും കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അറിയാലോ, അവനെപ്പോലുള്ളവർക്ക് നമ്മളോട് വലിയ കൂറൊന്നും കാണാൻ വഴിയില്ല. ഒരു മാപ്പ് സാക്ഷിയാവാൻ അവനങ്ങ് ശ്രമിക്കും. നല്ല സുന്ദരമായിട്ട് അവൻ നമ്മളെ ഒറ്റും. നമ്മുടെ പേര് അവൻ അവരോട് കൂളായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇനിയാണ് ജ്യോതി നമ്മൾ സൂക്ഷിക്കേണ്ടത്.
നിയമത്തിന്റെ എല്ലാ ലൂപ്പ് ഹോളുകളിലൂടെയും നിധി നുഴഞ്ഞു കയറുകയാണ്. അവളെ എങ്ങനെയും തടഞ്ഞേ പറ്റൂ. നമ്മൾ ഇറക്കിവിട്ട വിഷപ്പാമ്പ് ഇപ്പോ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജ്യോതി പറയും, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. നിധിയെ ഇങ്ങനെ വിടാൻ പാടില്ല. ഗൗതമിന് വേദനിച്ചാൽ അതിന് കാരണക്കാരായവരെ പൂട്ടാൻ അവൾ ഏതറ്റം വരെയും പോകും. CKC ഒന്ന് സമാധാനപ്പെട. എനിക്കറിയാം നിധിയെ എന്ത് ചെയ്യണോന്ന്. നീ എന്താ ചെയ്യാൻ പോകുന്നത് അത് പറ. ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ആദ്യം ജൂനിയർ വക്കീലെന്ന് വിളിക്കട്ടെ. അവരുടെ ഹെൽപ്പ് കൂടി എനിക്ക് വേണം. ഓക്കെ, ശിവാനിയോട് പോയിക്കോ. അവളേതോ അമ്പലത്തിൽ വഴിപാട് നടത്താനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങിയതാ. അവളുടെ മേലൊരു കണ്ണു വേണം. നമ്മൾ പോലും അറിയാതെ അവൾ വേറെ വഴി വെട്ടി സഞ്ചരിക്കും. മൊത്തത്തിൽ ആകെ ഒരു അപകടം മണക്കുന്നുണ്ട് ജ്യോതി.